നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അടുത്ത കാലത്ത് ഇറങ്ങിയത് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ചില മാസ് ബിജിഎമ്മുകളെ പറ്റിയാണ്. ലിസ്റ്റിലായിട്ടേത് 2019 പുറത്തിറങ്ങിയ സാഹോ എന്ന സിനിമയാണ്. ബാഹുബലി എന്ന വലിയൊരു വിജയത്തിന് ശേഷം പ്രഭാസിന്റെ നെക്സ്റ്റ് മൂവിയായിരുന്നു സാഹോ. സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ പ്രതീക്ഷിച്ചത്ര വിജയം നേടിയില്ല. 325 കോടി ബഡ്ജറ്റിലൊന്ന സിനിമ 410 കോടിയാണ് കളക്ഷൻ നേടിയത്. ഈ സിനിമയ്ക്ക് ടോട്ടൽ 3 മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു. ബാദ്ഷാ, തനിഷ്ക് ബഗ്ചി, ഗുരു രന്ധാവ. ഇവര് 3 പേരുമായിരുന്നു ആ ഒരു മ്യൂസിക് ഡയറക്ടേഴ്സ്. സിനിമയിലെ മെയിൻ ബിജിഎം ആ ഒരു വർഷം ടിക്ടോക്കിലെല്ലാം ട്രെൻഡായിരുന്നു. പിന്നീട് ഈ ഒരു മ്യൂസിക് കത്തി സിനിമയിലെ മ്യൂസിക്കുമായി ചെറിയൊരു മാച്ചിങ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഫാൻ ഫൈറ്റുകൾ നടന്നിരുന്നു. എന്തൊക്കെയായാലും ഈ ഒരു മ്യൂസിക്കും ട്രെൻഡായിരുന്നു. അടുത്തത് ഒരു മലയാള സിനിമയാണ്. 2019 പുറത്തിറങ്ങിയ കൽക്കി എന്ന സിനിമ ഒരു ആവറേജ് ആയിരുന്നു. പക്ഷേ സിനിമയിലെ മ്യൂസിക് ഇന്ത്യക്ക് അകത്തും പുറത്തും ട്രെൻഡായി മാറി. അതും ടിക്ടോക്കിലൂടെ. ജേക്സ് ബിജോയി ആയിരുന്നു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. സിനിമയിലെ മ്യൂസിക് എങ്ങനെ പുറത്ത് ട്രെൻഡായെന്നാൽ ഈ ഒരു സിനിമ ഇറങ്ങിയ സെയിം വർഷമായിരുന്നു ഡിസ്നിയുടെ വേൾഡ് ഫേമസ് ആയ ലയൺ കിങ് സിനിമയുടെ ലൈവ് ആക്ഷൻ പുറത്തിറങ്ങിയത്. സിനിമ വേൾഡ് വൈഡ് വിജയമായിരുന്നു. 10,000 കോടിക്ക് മേലെ കളക്ഷൻ നേടി. $1.5 ബില്യൺ ആയിരുന്നു സിനിമയുടെ കളക്ഷൻ. 15,000 കോടിക്ക് അടുത്ത് വരും. ആ ഒരു വർഷം ടിക്ടോക്ക് ഭരിച്ചിരുന്നത് ലയൺ കിങ് സിനിമയുടെ സ്റ്റാറ്റസ് ആയിരുന്നു. ലയൺ കിങ് സിനിമയുടെ ഈ ഒരു പോർഷൻ മുഫാസ എന്ന ക്യാരക്ടറിന്റെ മാസ് എൻട്രി. പല ആളുകളും ഈ ഒരു പോർഷൻ മാസ് ബിജിഎമ്മുകൾ കയറ്റി ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ആരോ കൽക്കി സിനിമയുടെ മ്യൂസിക്കും കയറ്റി. ഒരു പെർഫെക്റ്റ് സിങ്ക് ആയിരുന്നു. അത് ആ വർഷം വലിയ രീതിയിൽ വൈറലായി. അടുത്ത സിനിമയാണ് 2015 പുറത്തിറങ്ങിയ മാരി എന്ന സിനിമ. മാരി 1 എന്ന സിനിമ ആ വർഷം വലിയൊരു വിജയം നേടി. ഈ ഒരു സിനിമയിലെ ബിജിഎമ്മിനും വളരെ വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അടുത്തത് 2011 പുറത്തിറങ്ങിയ മങ്കാത്ത സിനിമയാണ്. 24 കോടി ബഡ്ജറ്റിലൊന്ന സിനിമ 70 കോടിക്ക് മേലെ കളക്ഷൻ നേടി. ഈ ഒരു സിനിമയിലെ മ്യൂസിക്കും വൈറലായിരുന്നു. മ്യൂസിക് ഡയറക്ടർ യുവാൻ ശങ്കർ രാജയായിരുന്നു. അടുത്ത സിനിമയാണ് 2017 പുറത്തിറങ്ങിയ വിവേകം എന്ന സിനിമയിലെ മ്യൂസിക് അനിരുദ്ധ് ആയിരുന്നു. ഈ ഒരു മ്യൂസിക്കും ട്രെൻഡിങ് ആയിരുന്നു. അടുത്തത് 2017 പുറത്തിറങ്ങിയ വിക്രം വേദ സിനിമയാണ്. സിനിമ വർഷം വലിയൊരു വിജയം നേടി. സാം CS ആയിരുന്നു ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. വലിയ രീതിയിൽ വൈറലായ ഒരു മാസ് ബിജിഎം സിനിമയ്ക്കുണ്ട്. അടുത്തത് 2017 പുറത്തിറങ്ങിയ അർജുൻ റെഡ്ഡി എന്ന സിനിമയാണ്. സിനിമ വർഷം വലിയൊരു വിജയം നേടി. രാധൻ, ഹർഷവാദൻ രാമേശ്വർ എന്നീ 2 പേര് ചേർന്നാണ് ഈ ഒരു മാസ് ബിജിഎം ക്രിയേറ്റ് ചെയ്തത്. അടുത്തത് 2014 പുറത്തിറങ്ങിയ കത്തി എന്ന സിനിമയാണ്. സിനിമയിലെ മ്യൂസിക് ആ വർഷം വലിയ രീതിയിൽ ട്രെൻഡായിരുന്നു. മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് തന്നെയാണ്.
അടുത്തത് ദർബാർ എന്ന സിനിമയാണ്. സിനിമ ഒരു ആവറേജ് ആയിരുന്നു. ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടറും അനിരുദ്ധ് തന്നെയാണ്. അടുത്തത് പേട്ട എന്ന സിനിമയാണ്. സിനിമ ഒരു എബോവ് ആവറേജ് ആയിരുന്നു. മാസ് സീനുകളും BGM-ഉം സിനിമയ്ക്കുണ്ട്. സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് തന്നെയാണ്. അടുത്ത സിനിമയാണ് തേരി. സിനിമാ വർഷം വലിയൊരു വിജയം നേടി. സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ GV പ്രകാശ് ആയിരുന്നു. അടുത്തത് ഒരു വെബ് സീരീസ് ആണ്. 2020 പുറത്തിറങ്ങിയ സ്കാം എന്ന വെബ് സീരീസ്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടറാണ് അച്ചിൻ തക്കർ. ഇതും ട്രെൻഡിങ് ആയിരുന്നു. അടുത്ത സിനിമയാണ് കാല. സിനിമ ഒരു ആവറേജ് ആയിരുന്നു. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ സന്തോഷ് നാരായണാണ്. മജാ ആ ഗയാ മജാ ആ ഗയാ. അടുത്ത സിനിമയാണ് ബിഗിൽ എന്ന സിനിമ. ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ AR റഹ്മാനാണ്. അടുത്ത സിനിമയാണ് അസുരൻ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ GV പ്രകാശാണ്. അടുത്ത സിനിമയാണ് മാസ്റ്റർ. ഇതിന്റെ മ്യൂസിക് ഡയറക്ടറും അനിരുദ്ധ് തന്നെയാണ്. അടുത്ത സിനിമയാണ് കൈദി. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ സാം CS ആണ്. അടുത്ത സിനിമയാണ് പുഷ്പ എന്ന സിനിമ. ദേവി ശ്രീ പ്രസാദാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. അടുത്തത് ഈ വർഷത്തെ കൽക്കിയാണ്. ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ സന്തോഷ് നാരായണനായിരുന്നു. അടുത്ത സിനിമയാണ് അനിരുദ്ധിന്റെ LCU സിനിമകൾ, അതായത് ലിയോ സിനിമയും വിക്രം സിനിമയും. അടുത്ത സിനിമയാണ് KGF. രവി ബസ്രൂർ ആയിരുന്നു ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ.
അടുത്തത് ജയിലർ സിനിമയാണ്. ഇതിന്റെ മ്യൂസിക്കും അനിരുദ്ധ് തന്നെയാണ്. അടുത്ത സിനിമയാണ് കബാലി. കബാലിയുടെ BGM സിനിമയുടെ ടീസറിനെ മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യ മുഴുവൻ വൈറലാക്കി. സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ സന്തോഷ് നാരായണനായിരുന്നു. അടുത്ത സിനിമകളാണ് ബാഹുബലിയും RRRഉം. ഇന്ത്യൻ സിനിമയിൽ ഹിസ്റ്റോറിക് സിനിമകളിൽ എപ്പിക് BGM ചെയ്യാൻ ഇദ്ദേഹത്തെ കഴിഞ്ഞ ആളുള്ളൂ. ആ ഒരു മ്യൂസിക് ഡയറക്ടറാണ് MM കീരവാണി. രാജമൗലിയുടെ ഡയറക്ഷനും കീരവാണിയുടെ മ്യൂസിക്കും ചേർന്നാൽ രണ്ട് ഡ്രാഗൺസ് ചേർന്നതുപോലെ ഇരിക്കും. ഇന്ന് അദ്ദേഹം ഓസ്കാർ ലെവലിലെത്തി നിൽക്കുന്നു.